ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹോണ്ട ആക്റ്റീവ പഴയ മോഡൽ വണ്ടിയാണ്. അപ്പോൾ അത് വർക്കിന് കയറിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് കംപ്ലയിൻറ്റ്, ജോബ് കാർഡിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നത് ഫ്രണ്ടും ബാക്കും ബ്രേക്ക് ചെക്കപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, സ്പീഡോമീറ്റർ ചെക്കപ്പ്, അതേപോലെ തന്നെ ഫ്രണ്ട് ഷോക്ക് അബ്സറിൻ്റെ ഭാഗം നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ എഞ്ചിൻ ഓയിൽ മാറ്റാം, വാട്ടർ സർവീസ്, ഇടയ്ക്ക് സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു കംപ്ലയിൻറ്റ് കാണിക്കേണ്ടതെന്ന് ആ രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിച്ചതാണ്. ഇത് വലിയ പഴക്കമൊന്നുമില്ല. ബ്രേക്ക് ലൈനർ കമ്പനി ലൈനർ അല്ല, ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണ്. പക്ഷെ എന്നാൽ പോലും വലിയ പഴക്കമില്ല, നമുക്ക് ലൈനർ പീസൊക്കെ ഉപയോഗിക്കാനുണ്ട്. പിന്നെ അതിൻ്റെ വേറൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഈ വീല് പിടിപ്പിക്കുന്ന ഷാഫ്റ്റ്, ബാക്കിലത്തെ വീല് കണക്ട് ചെയ്യുന്ന ഷാഫ്റ്റ് ഈ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഈ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ അതിൻ്റെ ബെയറിങ്ങിന് ചെറിയൊരു പ്ലേ കാണിച്ചിട്ട് അവിടെ ഒരു ഷെയ്ക്ക് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. എത്ര പ്ലേ കാണിക്കുന്നുണ്ട് അതിനകത്ത് കേട്ടോ. ക്യാമറയിൽ എത്ര കിട്ടുമെന്ന് എനിക്കറിയില്ല, നിലവിൽ പ്ലേ കാണിക്കുന്നുണ്ട്. അത് നമ്മൾ മാറ്റണമെന്ന് വെച്ചാൽ നമുക്ക് അഴിക്കണമെന്നുണ്ടെങ്കിൽ ഗിയർ ബോക്സ് അടക്കം അഴിച്ചാലാണ് നമുക്കത് മാറ്റാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിലവിൽ ഇപ്പോൾ നമുക്ക് ബ്രേക്ക് ക്ലീൻ ചെയ്തൊക്കെ റെഡിയാക്കാം, ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റാം. പക്ഷേ ഓൾറെഡി ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉള്ള സ്ഥിതിക്ക് സ്വാഭാവികമായിട്ട് കുറച്ച് കഴിയുമ്പോൾ ഈ ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ ചതഞ്ഞ രീതിയിൽ പോകും, ബ്രേക്ക് കിട്ടാത്തൊരു സിറ്റുവേഷൻ വരും. ഒരു ബ്രേക്ക് പിടിക്കുമ്പോൾ ഒരു സ്മൂത്ത്നെസ് ഇല്ലാത്തൊരു കണ്ടീഷനിലേക്ക് വരും. അതിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഷാഫ്റ്റിൻ്റെ ബെയറിങ് കംപ്ലയിൻറ്റ് കാണിക്കുമ്പോഴാണ് ആ പ്രശ്നം വരാം. അതിപ്പോൾ ആരംഭമാണ് കാണിച്ചു വയ്ക്കണത്, ആരംഭം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാട് താമസിക്കാണ്ട് അത് മെയിൻ കംപ്ലയിൻറ്റിലേക്ക് വരും. അപ്പോൾ ഒന്നുമല്ല, നമുക്ക് അപ്പം അഴിച്ച് മാറ്റിയാലും മതി. അതല്ലെങ്കിൽ കൂട്ടത്തിൽ കൂടെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാറ്റാം. ഇത് ഇനി എപ്പോഴായാലും നമ്മളത് അഴിച്ച് ക്ലിയർ ചെയ്യണ കൂട്ടത്തിൽ കൂടെ നമുക്ക് ഈ ലൈനർ കൂടി മാറ്റി കമ്പനി ലൈനർ യൂസ് ചെയ്യണമാണ് കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. കാരണം ഈ ബ്രേക്ക് ലൈനറിൻ്റെ പ്രത്യേകത ചില ചതഞ്ഞ രീതിയിലേക്ക് ആയിപ്പോകും പെട്ടെന്ന്. തന്നെയല്ല ഇതിനകത്ത് പൊടിയുടെ പ്രസൻസ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇത് ഒരയുമ്പോൾ കൂടുതൽ പൊടിയും ഒരു തരിയുള്ള ടൈപ്പ് പൊടിയാണ് വരാം. അത് ഹബ്ബ് തേയ്മാനം വരുത്താനും കാരണമാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കരുത് എന്നുള്ള രീതിയിൽ പറയുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ASK ANL മോഡലൊക്കെയാണ് ശരിക്കും കമ്പനി വന്നതെങ്കിലും അതിനകത്ത് ഒരുപാട് ക്വാളിറ്റി ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ പറയുന്ന ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഐറ്റംസ് മാത്രമാണ് കമ്പനി പാർട്സായിട്ട് വരുള്ളൂ. ഇപ്പോൾ നിലവിൽ നമുക്ക് ഇത് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ക്യാമൊക്കെ ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഗിയർ ബോക്സിൻ്റെ ഈ കംപ്ലയിൻറ്റ് ഒന്ന് അറിഞ്ഞ് വയ്ക്കുക. അത് ചെയ്യണമെങ്കിൽ നമുക്ക് കൂട്ടത്തിൽ ചെയ്യാം, അതല്ലെങ്കിൽ ഒന്ന് അറിഞ്ഞ് വെച്ചേക്കാം. അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് വരുമ്പോൾ ബ്രേക്ക് ഒരു സ്മൂത്ത്നെസ് ഇല്ലാത്ത രീതിയിലാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുള്ളൂ. അപ്പോൾ അഴിച്ച് മാറ്റിയാലും മതി. അപ്പോൾ ആ കൂട്ടത്തിൽ കൂടെ ബ്രേക്ക് ലൈനർ നമുക്ക് മാറ്റാം. അതേപോലെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റി പുതിയതിടുന്നുണ്ട്. പിന്നെ അതേപോലെ അഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഈ ബോൾട്ടിൻ്റെ അവിടെ തന്നെ വാഷ്, സ്റ്റിക്കിൻ്റെ സൈഡിൽ തന്നെ ഓറിങ്, അതൊക്കെ നമുക്ക് മാറ്റി പുതിയത് സെറ്റ് ചെയ്യണം. ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. നിലവിൽ വേറെ ഫ്രണ്ട് ബ്രേക്കിന് വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഞാനിപ്പോൾ ബാക്ക് വീൽ അഴിച്ച് നിർത്തിയാണ്. അതിന് ശേഷം ഫ്രണ്ടും കൂടി അഴിച്ച് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യും. നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ ഫ്രണ്ട് ഷോക്ക് അബ്സറിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ വേറെ കംപ്ലയിൻറ്റ്സ് ആയിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ല. എന്നാലും നമുക്കൊന്നുകൂടി ഒന്ന് വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം ഒന്നുകൂടി ഒന്ന് ടെസ്റ്റ് ടൈം നടത്താം. പ്രത്യക്ഷത്തിൽ അവന് വേറെ കംപ്ലയിൻറ്റ് നമുക്ക് തോന്നിയൊന്നുമില്ല കേട്ടോ. പിന്നെ സ്പീഡോമീറ്ററിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് വെച്ചാൽ മീറ്റർ കേബിൾ പോയിട്ടുണ്ട്. കേബിളിൻ്റെ മാത്രമല്ല, നമുക്കിപ്പോൾ കേബിൾ അതിനകത്ത് കണക്ട് ചെയ്തിട്ട് മീറ്റർ നമ്മളൊന്ന് വർക്ക് ചെയ്യിക്കുന്ന സമയത്ത് പെട്ടെന്ന് കയറി ലോഡ് ഇങ്ങനെ ഷെയ്ക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മീറ്റർ കേബിൾ മാറ്റിയത് വർക്കിംഗ് ആക്കിയാലും സൂചി ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു ഷിവറിങ് കാണിക്കാൻ സാധ്യതയുണ്ട്. അത് മീറ്റർ മെക്കാനിസം ടൈറ്റ് കാണിച്ച് തുടങ്ങിയേക്കണേൻ്റെയാണ് ആ പ്രോബ്ലം കാണിക്കുന്നത് കേട്ടോ. അതാണ് മെയിനായിട്ട് നമുക്ക് സ്പീഡോമീറ്ററുമായി ബന്ധപ്പെട്ട് വന്നത്. പിന്നെ സ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് നമ്മൾ ചെക്ക് ചെയ്ത് നമ്മൾ ഫസ്റ്റ് ഒറ്റടിക്കൊക്കെ വേണ്ടി സ്റ്റാർട്ടിങ് ആയിരുന്നു. വേറെ പ്രോബ്ലം ഒന്നും കാണിച്ചിട്ടില്ല. ഓടിച്ച് നോക്കി വേറെ മിസ്സിങ് കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല നിലയിൽ. അപ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് ആ ബ്രേക്കിൻ്റെ കേസൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക, വാട്ടർ സർവീസ് ചെയ്യുക, എഞ്ചിൻ ഓയിൽ മാറ്റാം. അതൊക്കെയാണ് മെയിനായിട്ടുള്ള വർക്ക് കേട്ടോ. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ഒന്ന് റിപ്ലൈ ഇടാം. നമുക്കത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതിനകത്ത് നമുക്കൊരു കൺഫ്യൂഷൻ ഓൾറെഡി നമുക്ക് ഇങ്ങനെ ഈ ഷാഫ്റ്റിൻ്റെ ബെയറിങ്ങിന് പ്ലേ കാണിച്ചിട്ടുണ്ട്. ഓൾറെഡി കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് കൂടി ചെയ്തു പോയാൽ നല്ലതാണ്. അതല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ കൂടെ കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് അഴിച്ച് മാറ്റിയാലും മതി. നമുക്ക് അത് ചെയ്യുമ്പോൾ ഏകദേശം നമുക്കൊരു 850 രൂപ 900 രൂപ റേഞ്ച് നമുക്ക് അതിന് മാത്രം കോസ്റ്റ് ഉണ്ട്, ലേബർ ചാർജ് അടക്കം. പിന്നെ അതുകൂടാതെ അത് ചെയ്യുന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ കൂടെ നമുക്ക് ഈ ബ്രേക്ക് ലൈനർ മാറ്റി ഒറിജിനൽ ലൈനറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി, അതനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാം. ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്തായാലും നാളത്തേക്ക് ആവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേരാം കേട്ടോ.